4 വർഷം തുടർന്ന ക്യാൻസർ പോരാട്ടത്തിനിടയിൽ 52 കീമോയിലൂടെ കടന്നുപോയി. ആ സഹനങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ മാത്രം സ്വീകരിച്ച് ഈശോയോട് ചേർന്ന് നിന്ന സിനി ആൻഡോ നിത്യതയിലേക്ക് യാത്രയായി. തനിക്കായി പ്രാണൻ പകുത്ത കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മയാചരണത്തിൽ സഭ പങ്കുചേർന്ന പെസഹ വ്യാഴം വൈകുന്നേരം ഈ വിശുദ്ധ രഹസ്യത്തോട് ചേർന്ന് സഹനങ്ങൾ കൃപകളാക്കി മാറ്റിയ സിനി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വൻകുടൽ, അണ്ഡാശയം, ശ്വാസകോശം, വൃക്കകൾ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ക്യാൻസറിന് കീഴ്പ്പെട്ടപ്പോഴും ഓരോ കീമോതെറാപ്പിക്ക് മുൻപും പ്രാർത്ഥന ആവശ്യം ചോദിക്കുന്നവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള നിയോഗമായി സമർപ്പിച്ചു. ഓരോ വേദനയും സിനി പ്രാർത്ഥനയാക്കി മാറ്റി. 30 വർഷത്തിലേറെ സിംഗപ്പൂരിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്ത സിനി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. തന്റെ തൊഴിലിനെ കരുണയുടെ ദൗത്യമായി കണ്ട സിനി രോഗക്കിടക്കയിൽ കഴിയുന്നവർക്ക് എന്നും പുഞ്ചിരി സമ്മാനിക്കുന്ന ശുശ്രൂഷകയായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥനയോടെ മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്ന അവർ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓരോ യാത്രയിലും പരിശുദ്ധ ജപമാല ചൊല്ലി മാതാവിനെ ചേർത്തു പിടിച്ചു. പരിശുദ്ധ കുർബാനയായിരുന്നു ഏറ്റവും വലിയ ശക്തി. കീമോയുടെ വേദനയ്ക്കിടയിലും കുർബാന മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. സിംഗപ്പൂരിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ സജീവമായിരുന്ന സിനിക്ക് പരിശുദ്ധ കുർബാന ഒരു ലഹരിയായിരുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം പലവട്ടം ശരീരത്തിൽ ദിവ്യാനുഭൂതികൾ അനുഭവപ്പെട്ടിട്ടുള്ളതായും ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചതിന്റെ സാക്ഷ്യങ്ങളും സിനി പങ്കുവയ്ക്കുമായിരുന്നു. ആമ്പല്ലൂർ തെക്കേ പുറത്തുമയാലിൽ കുടുംബത്തിൽ ജനിച്ച സിനി ആൻഡോ ഭർത്താവ് ആൻഡോയ്ക്കും മകൻ എബിനുമൊപ്പം സിംഗപ്പൂരിലായിരുന്നു. സിനിയെ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ തിരിച്ചാശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചു മാത്രം മടക്കി അയച്ച അവർ സ്വന്തം സൗഖ്യത്തേക്കാൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. കുരിശുകൾ സന്തോഷത്തോടെ ചുമന്നുകൊണ്ട് ഈശോയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് സങ്കടക്കുന്നുകൾ താണ്ടിയുള്ള അസാധാരണമായ തീർത്ഥാടനമായിരുന്നു ആ ജീവിതം. 52 കീമോകൾ കഴിഞ്ഞിട്ടും പരിഭവങ്ങൾ ഏതുമില്ലാതെ സഹനങ്ങളെ സ്നേഹിച്ച സിനിയുടെ ജീവിതം വിശ്വാസത്തിന്റെയും സഹനശക്തിയുടെയും പ്രതിഫലനമായി അനേകർക്ക് മാതൃകയാവുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.